ഇതുപോലെ മഴക്കുഴി കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നിധികുംഭം പോലെ ഒന്ന് ഈ ചേച്ചിമാർക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചേച്ചിയോട് ചോദിച്ചു നോക്കാം. ചേച്ചി, എങ്ങനെയാണ് ഇത് കാണുന്നത്? ഞാൻ ആയിരത്തുനിന്ന് കൊണ്ടുവന്ന് മണ്ണെല്ലാം കോരി പിന്നെ കയറാനും വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ കാലിന് ഇങ്ങനെ തട്ടുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ ഒരു സാധനം അത് ഞാൻ അവിടുന്ന് എടുത്ത്. പേടി തോന്നി ഇത് കണ്ടപ്പോൾ എന്താണ് എന്ന് മനസ്സിലാകാതെയാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ വെച്ച് ഇപ്പുറത്തൊക്കെ ഞാൻ കയറാൻ വേണ്ടിയിട്ട് അന്നേരം ഇവരത്ത് ഇന്നതാ സംഭവം ഞാൻ അറിയില്ല, ആടെ തട്ടിയിട്ടില്ല, തുറന്നിട്ടില്ല. പിന്നെ എൻ്റെ കുട കാണാണ്ട് ഈ 4 മണിയാകുമ്പോൾ ആടെ കുട്ടുത്തു. രണ്ടാമത്തെ കുത്തുമ്പോഴേക്ക് കുട കാണില്ല. എൻ്റെ കുട കാണില്ല എന്ന് പറയുമ്പോൾ രോഹിണി നിന്നിട്ടില്ല. രോഹിണി വന്നിട്ട് എൻ്റെ കുട വരാൻ വന്ന് നിങ്ങൾ കുഴിച്ചെടുക്ക് തന്നെ കുട ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് വന്ന് കുട കിട്ടിയില്ല. ഈ സാധനം ഇതെന്നാ സംഭവം ഒന്നും പറഞ്ഞ് ഇതങ്ങ് തട്ടി. അടപ്പ് തുറക്കുന്നിട്ടില്ല. അതിൻ്റെ തട്ടുമ്പോഴേക്ക് കാലത്ത് ബോംബും കൂടോത്രമൊക്കെ കണ്ടെത്തിയാണ്. ഇത് കണ്ടപ്പോൾ പേടിയുണ്ടായിരുന്നോ? നമ്മൾ ഇത് അങ്ങനത്തെ ഒന്നും കണ്ടെത്തിയിട്ടില്ല, പേടിയൊന്നുമില്ല. ഇതിലൊന്നും ഇല്ലെന്ന് നമ്മൾ അറിയുന്നില്ല. ഞാൻ അറിയുന്നില്ല. ഞാൻ ആടെ എടുത്തിട്ട് അതിൻ്റെ അടപ്പ് തുറന്നിട്ടില്ല. രോഗിനി വന്നിട്ട് അടപ്പ് ഇതെന്താ സംഭവം ഇതെടുത്ത് കമത്തി ഇടുമ്പോൾ ഇത് സ്വർണ്ണ കാണിട്ട് ഞാനതും തൊടാൻ പറ്റില്ല. എനിക്ക് പേടിയാലും കാണുമ്പോൾ ഞാൻ തൊട്ടായില്ല. എല്ലാ പെണ്ണുങ്ങളും വന്നിട്ട് അവരുടെ പുറക്കി എടുത്ത് കിണറ്റിനൊക്കെ പോയി വെള്ളം വലിച്ച് കഴുകി എൻ്റെ ഒരു നൂലെടുത്തിട്ട് ഇവര് അതിൽ കോത്ത് ഇവരിങ്ങനെ കെട്ടി നോക്കുകയും ചെയ്ത് ഇത് എവിടെയാണ് എത്തിക്കുന്ന ചെലുത്തിട്ട് വന്നത്. ഇപ്പോൾ അപ്പം അത് പോലീസുകാരെ അറിയിച്ച് പഞ്ചായത്തിൽ അറിയിച്ച് പഞ്ചായത്താറും പോലീസുകാരും വന്ന് 6 മണിക്ക് എന്നിട്ട് ആടെ വെച്ചിട്ട് പോലീസുകാർ ഇതെല്ലാം എടുത്ത് നിരത്തുന്ന ഞാൻ ഫോട്ടത്തിൽ കണ്ടത്. പിന്നെ നമ്മ ഒന്നും അറിയുന്നില്ല. പിന്നെ ഇന്നലെ വന്നിട്ട് ഇങ്ങോട്ട് വരണ്ടല്ല, ആടെ അങ്ങ് പോയിച്ച് ഇപ്പം വന്നതിനാണ് ബാക്കി സാധനം കിട്ടുന്നത്. ഇന്നലെ നിങ്ങളെ കയ്യിൽ നിന്ന് വീണ് പോയതാണോ ഇത്? അവരിങ്ങനെ കമത്തിയിടുമ്പോ തെറിച്ച് പിന്നെ നമ്മൾ രണ്ടാളെ പിന്നെ എന്തിനാ നമുക്കിത് വേണ്ട ഇങ്ങനത്തെ ഒന്നും എടുത്താലും ഒരിക്കലും പിന്നെ നെഞ്ഞു പോവുകയും വേണ്ട. അതുകൊണ്ട് എല്ലാരെയും വിളിച്ച് നിധി കിട്ടി എന്നിട്ട് വിളിച്ചു പറഞ്ഞത് കയറി കൊണ്ടുവത്താനും വേണ്ടി അന്നേരം ചെറിയ തണി മുറുക്കനില്ലേ പാമ്പ് അത് വന്ന് പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കൊത്തൂല എന്നിട്ട് അവിടെ ചെറിയ കുഴി മാറ്റി കൊത്തി ഇത് കൂടി ഞാൻ പറഞ്ഞു ഇവിടെ കൊത്തൂലെന്നും പറഞ്ഞു. അപ്പോഴേ അമ്മ മാറിയിട്ട് വേറെ പോയി നോക്കി ചാടി പോയിട്ടേക്കോ വന്നിട്ടുണ്ടാകാന്. ചേച്ചി, കൂടുതൽ എന്തെങ്കിലും എവിടെ നിന്ന് കണ്ടെത്തുന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇനിയും കൂടുതലുണ്ടെന്നാ? അയ്യോ, നമുക്കതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഇനിയും നിധിയുണ്ട്, നിങ്ങൾ ഇനിയും കുഴിക്കണം. അത് ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കുഴിപ്പിക്കുന്നു അവർ. നമുക്ക് നിധി കിട്ടി എന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ അവർ 2 പേരും കൂടി എടുത്ത കുഴിയാത്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു പിന്നെ ഒരു എപ്പി പോലൊരു സാധനം കിട്ടിയപ്പോൾ ഇവരും മുസ്ലിങ്ങളല്ല, അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു കൂടോത്രമാണ്, പിന്നെ ബോംബാണ്. അതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നില്ല. ബോംബാണെന്നൊക്കെ കരുതി പേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ തന്നെ നിന്ന് ആ ബോംബ കൂടോത്രമാണെന്ന് പറഞ്ഞ് അവരിവിടെ ഇങ്ങനെ ഇതിൻ്റെ പെണ്ണിൻ്റെ സൈഡിൽ അവരെടുത്ത് വെച്ചു. ഇതൊരു സ്വർണത്തിൻ്റെ പരിപാടി തന്നെയാണല്ലോ. അപ്പം പിന്നെ പഞ്ചായത്തിലും വിളിച്ച് മെമ്പറെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ എല്ലാം ഏർപ്പാടാക്കി ഇട്ടേച്ച് ഞങ്ങൾ പോയേ. ഇന്നലെ തൊഴിലാളികൾ നിധി കണ്ടെത്തിയപ്പോൾ ആദ്യം വിളിച്ചറിയിച്ചത് പഞ്ചായത്തിലാണ്. പഞ്ചായത്ത് മെമ്പറാണ് നമ്മോടൊപ്പം ചേരുന്നത്. മെമ്പറെ, എങ്ങനെയായിരുന്നു ഇവിടെ എത്തിയപ്പോഴുള്ള ഒരു കാര്യങ്ങൾ? അതെന്ന് വെച്ചാൽ അവർ രാവിലെ പണിക്ക് വന്നതായിരുന്നു. അപ്പോൾ തൊഴിലെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് 3/4 കോലായത്തിൽ കുഴിയെടുത്ത സംഭവം കണ്ടത്. അപ്പോൾ കണ്ടപ്പാട് ഇവർ എന്നാ സാധനം എന്നറിയാതുകൊണ്ട് അവരെടുത്തത് മാറ്റി കളഞ്ഞു. അപ്പോൾ പിന്നെ അത് അവരെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, ആ ഭാഗത്തേക്കേ പോയില്ല. പിന്നെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഒരു 3 മണിയാകുമ്പോൾ അന്ന് അവർ ഒരു കുട നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് തിരയുന്ന സമയത്ത് വീണ്ടും ഇത് കയ്യിൽ കിട്ടുകയും അപ്പോൾ എല്ലാവരും വിളിച്ചു വരുത്തി എല്ലാവരും ഒന്ന് ഓടി വാ നമുക്ക് തന്ന സംഭവം നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരത് നോക്കി. അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്വർണ്ണ തൊട്ടുകളും വെള്ളിത്തൊട്ടുകളും അതുപോലെ സ്വർണ്ണത്തിൻ്റെ ലോക്കറ്റുകളെല്ലാം കണ്ടത്. ഈ മഴക്കുഴിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ചേച്ചിമാർക്ക് ആ നിധികുംഭം ലഭിച്ചത്. ഈ റബ്ബർ തോട്ടത്തിൽ നിരവധി മഴക്കുഴികൾ ഇവർ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാണുന്ന കുഴിയിൽ നിന്ന് അവർക്ക് നിധികുംഭം ലഭിച്ചത്. ലഭിച്ച നിധികുംഭത്തിൽ നിരവധി നാണയങ്ങളും ആഭരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഈ കുഴിയുടെ പരിസരത്തു നിന്നും നാണയങ്ങളും മറ്റും ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇത് യഥാർത്ഥ നിധിയാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. പുരാവസ്തു വകുപ്പ് പരിശോധിച്ച് ഇത് യഥാർത്ഥ നിധിയാണെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ പുരാവസ്തു വകുപ്പ് ഇത് ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുബാഷിക്കൊപ്പം റിപ്പോർട്ടർ തുഷാര പ്രമോദ്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.